ജയസൂര്യൻ, വലിയ പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒപ്പം മഹാലക്ഷ്മി ശ്ലോകം ചൊല്ലിക്കൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ബജറ്റ് രാജ്യത്തിന് പുതിയ ദിശ നൽകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം എക്കണോമിക് സർവേയും പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അങ്ങേയറ്റം പ്രതീക്ഷാ നിർഭരമാണ് എന്ന രീതിയിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് രാജ്യം നാളത്തെ ബജറ്റിനെ സ്വപ്നം കാണുന്നത്? നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ഭാവി ഭാരതത്തിന് ശക്തമായ ദിശാസൂചികയും വ്യക്തമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയും എന്ന നിലയിലാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാമ്പത്തിക അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ വളരെ ഭദ്രമായ സാമ്പത്തിക അടിത്തറ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങൾ, അതായത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പ്രകടിപ്പിച്ചതായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ള വിദേശ നാണ്യ ശേഖരം ഇന്ത്യയുടെ വിദേശ കടത്തിന്റെ 90% തന്നെ അടച്ചു തീർക്കാൻ പര്യാപ്തമാണ്. അത്ര ശക്തമായിട്ടുള്ള വിദേശ നാണ്യ ശേഖരം ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ചയാണെങ്കിൽ 6.4% എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഈ വർഷം. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും അത് 6.8% വരെ ഉയരും എന്നുള്ള ഒരു പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു പ്രതീക്ഷ മാത്രമല്ല എന്നും അതിന്റെ അടിത്തറ എന്താണെന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് MSME മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരാൻ പോവുകയാണ്. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇടത്തരം, സാധാരണ, അതായത് മിഡിൽ ആൻഡ് മൈക്രോ മേഖലകളിലെ സംരംഭങ്ങൾക്ക് വൻതോതിൽ സഹായം കൊടുക്കാൻ കഴിയുന്ന ഒരു നയം ഈ ബഡ്ജറ്റില് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ, അതായത് ഈ അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അന്താരാഷ്ട്ര കുരുക്കുകളിൽ, പ്രത്യേകിച്ച് കരാറുകളിൽ ഏർപ്പെട്ടു പോയ ഒരു രാജ്യം അന്താരാഷ്ട്ര രംഗത്തെ ഭീമന്മാരായിട്ടുള്ള ശാക്തിക ചേരികളുടെ സാമ്പത്തിക സഖ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയാണ് ജിയോ ഇക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്, GEF. ഈ ജിയോ ഇക്കണോമിക് ഫ്രാഗ്മെന്റേഷനെ മറികടക്കാൻ വേണ്ടിയുള്ള ഘടനാപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതില് അന്താരാഷ്ട്ര കരാറുകൾ വരെ പുനഃപരിശോധിക്കാനും ഘടനാപരമായി ആ കരാറുകളെ മാറ്റി എഴുതാനും ഇന്ത്യയിലെ ഇടത്തരം ചെറുകിട ആൾക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാനും അവരെ കയറ്റുമതിയുമായി ബന്ധപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു വലിയ ചേഞ്ച്. അതിന് ഈ മിഡിൽ സ്റ്റാൻഡ് എന്ന് പറയുന്ന ജർമ്മൻ ഒരു സാമ്പത്തിക സംവിധാനമുണ്ട്. ജർമ്മനിയുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ മധ്യവർഗമാണ്. അപ്പൊ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ചൂഷണ വിധേയമായി നിൽക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ട് എന്നും അതിനെ മാറ്റാൻ വേണ്ടി ഈ മിഡിൽ ക്ലാസ്സിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി, ഒരു നയം കൊണ്ടുവരാൻ പോകുന്നു എന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ ആശാവഹമായ മറ്റൊരു കാര്യമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ മേഖലയിലേക്ക് സ്വകാര്യ മേഖലയെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, തുറമുഖങ്ങൾ, അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, ഹൈവേകൾ, ഇവിടെയൊക്കെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് പങ്കാളിത്തം കൊടുത്തപ്പോഴാണ് അവിടെയൊക്കെ വലിയ തോതിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായത്. അതുപോലെ ഇനിയും വികസിക്കാനുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലേക്ക് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുമ്പോൾ പ്രൊഫഷണലിസം ഉണ്ടാകും, നല്ല വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കും, സാമ്പത്തികമായിട്ട് വലിയേറെ ലാഭമുണ്ടാക്കാനും കഴിയും. അങ്ങനെയൊക്കെയുള്ള രംഗത്ത് ഈ ഒരു മാറ്റം വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ല. കാപ്പെക്സ്, അതായത് മൂലധന ചെലവ് 8.2 വളർച്ച നേടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നത് എന്ന് ഓർക്കണം. അതായത് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് കണ്ടമാനം പണം ഒഴുക്കാതെ ഇവിടുത്തെ സാമ്പത്തിക ശക്തികളായിട്ടുള്ള ബിസിനസ്സുകാര്, വ്യവസായികള്, സ്വകാര്യ സംരംഭകര്, അവര് രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് കടന്നു വന്ന് ആവശ്യമായ സംഭാവനകൾ ചെയ്താൽ രാജ്യത്തിനും അവർക്കും ഗുണകരമായ പുരോഗതി ഉണ്ടാകും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക എന്നുള്ള പഴയ പരമ്പരാഗത ശൈലി ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റില്ല. അതുപോലെ തന്നെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ. BSNL മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ലല്ലോ ഇന്നുള്ളത്. അതുപോലെ നമ്മുടെ വിമാന സർവീസുകൾ ഒരു എയർ ഇന്ത്യ മാത്രം ഉണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടുപോയി 65,000 കോടി നഷ്ടമായപ്പോ സ്വകാര്യ മേഖല അത് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയെ
സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ അകറ്റി നിർത്തുകയല്ല വേണ്ടത്. പ്രായോഗിക സമീപനത്തിലൂടെ അവരുടെ കർമ്മശേഷിയെയും സാമ്പത്തിക ശേഷിയെയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്.